കരുവന്തിന്റെ മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് നരൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ എല്ലാരും നരനെ ഒരു അന്താളിപ്പോട് കൂടി നോക്കുകയാണ്. ആദ്യമായിട്ടാണ് കാവേരിയൊക്കെ കാണുന്നത് പോലും. പക്ഷെ കാവേരിക്ക് നരനെ കണ്ടു കഴിഞ്ഞപ്പോ എവിടെയോ കണ്ടിട്ടുള്ള പോലെ ഒരു തോന്നൽ വരുന്നുണ്ട്. പക്ഷെ എന്താ ഏതാന്നും അറിയത്തുണ്ടായിരുന്നില്ല. നാരായൺ വന്നു കഴിഞ്ഞപ്പോ തന്റെ മുത്തശ്ശനോട് ദേഷ്യപ്പെടുന്ന ജയപാലിനെ കാണുന്നേ. മുത്തശ്ശന് നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നേ. പെട്ടെന്ന് നാരായൺ അങ്ങോട്ട് പാഞ്ഞു വന്നു. എന്താടോ, എന്താ താൻ കാണിക്കുന്നേ? എന്റെ മുത്തശ്ശന് നേരെ കൈ ചൂണ്ടി സംസാരിക്കണോ എന്നും പറഞ്ഞുകൊണ്ട് ജയപാലിനെ പിടിച്ചൊരു തള്ളായിരുന്നു. ജയപാലൻ പറഞ്ഞു, അതൊക്കെ ചോദിക്കാൻ നീ ആരടാ എന്നും ചോദിച്ചുകൊണ്ട് ജയപാലൻ ചാടി എഴുന്നേറ്റ് നാരനെ തല്ലാനായിട്ട് തുടങ്ങുകയാണ്. ശിവരാജന് മനസ്സിലായി കളി കാര്യമായിട്ടുണ്ടെന്ന്. കാരണം നരന്റെ സ്വഭാവം നന്നായിട്ട് ശിവരാജൻ അറിയാം. എടാ വേണ്ടടാ മോനെ, വേണ്ടാന്ന് പറഞ്ഞു. അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു ശിവരാജനോട്. എന്നിട്ട് ജയപാലിന്റെ നേർക്കുന്ന രണ്ടെണ്ണം അവനിട്ടിട്ട് കൊടുക്കുകയാണ്. എന്റെ മുത്തശ്ശൻ ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ മേലല്ലേ? നീ ആറാ ഇവിടെ വന്ന് കിടന്ന് പ്രശ്നം ഉണ്ടാക്കാനായിട്ട്? നിന്നെ ഒന്ന് കാണാൻ കാത്തിരിക്കുവായിരുന്നു ഞാന്. നീ എന്നെ ഫോണിൽ കൂടെ വിളിച്ച് വലിയ പ്രകടനങ്ങളൊക്കെ നടത്തിയല്ലോ. നിന്നെയും കാത്ത് ഞാൻ ഇരിക്കുമായിരുന്നു. ഇങ്ങോട്ട് വാടാ ജയപാലാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ നീയാണല്ലേ ആള്. ഇത് കേട്ടപ്പം ജയപാലൻ പറഞ്ഞു, ദേ മര്യാദയ്ക്ക് ഇരുന്നോടാ. ഇവരെ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? ബുൾഡോസർ കൊണ്ടൊന്ന് ഇടിപ്പിക്കോ? എങ്കിലും ഇടിപ്പിക്കടാ ജയപാലെന്നും പറഞ്ഞുകൊണ്ട് ജയപാലിനെ അവിടെ എടുത്തിട്ട് ചതയ്ക്കുന്നുണ്ട്. കാവേരി വിനീതൊക്കെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും രഘുവരൻ പറഞ്ഞു, എടാ വേണ്ട മോനെ, വേണ്ടാന്ന് പറഞ്ഞു. മുത്തശ്ശൻ അങ്ങോട്ട് മാറി നിൽക്കുക. അംബിക പറഞ്ഞു, എടാ മോനെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഞാനിവിടെ നിൽക്കുമ്പോ എന്റെ മുത്തശ്ശനെ നേരെ നോക്കി ആരെങ്കിലും ആക്രോശിക്കുന്ന കാണുമ്പോ എനിക്ക് സഹിക്കുവോ? എന്റെ മുത്തശ്ശനോട് ഇത്ര ദേഷ്യത്തോടെ സംസാരിക്കാൻ നീ ആരടാ? എന്റെ മുത്തശ്ശനോർക്ക് കൈ ചൂണ്ടി സംസാരിക്കുന്നോ? ഞാൻ ഇവനെ നോട്ട വിട്ട് വെച്ചിരിക്കുവായിരുന്നു. ദേ ഇതെന്റെ വീടാണ്. ഇവിടെ വന്ന് കിടന്ന് ഷോ കാണിച്ചേണ്ടല്ലോ. നീ ജീവനും കൊണ്ട് പിന്നെ പോകത്തില്ല ജയപാല. അല്ല ഇങ്ങോട്ടേക്കൊന്നും പറഞ്ഞിട്ടാണോ വന്നത്? ഇല്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോ ജയപാലൻ പറഞ്ഞു, നിന്നെ ഞാൻ വെറുതെ വിടലിടാ. ഈ സമയം ശിവരാജൻ ഇടപെട്ടു. എടാ മോനെ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അതെ അങ്ങോട്ട് മാറി നിൽക്കുക. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ചിലപ്പോഴേ അങ്കിളിന് ഇത് ആരാ എന്താന്നും അറിയത്തുണ്ടായിരിക്കില്ല, പക്ഷെ എനിക്കറിയാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് ജയപാലൻ ജീവനും കൊണ്ട് അവിടുന്ന് ഓടുവാണ്. ശിവരാജൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. കാരണം ശിവരാജൻ അതിനകത്ത് ഇടപെടാനും അങ്ങനെ പറ്റത്തില്ലല്ലോ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും താരനൊന്നും അറിയത്തില്ലാത്ത മട്ടിൽ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ശിവരാജനും കയറിപ്പോയി കഴിയുമ്പോഴത്തേനും എല്ലാവരും ആകെപ്പട ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. വിനീതിനും കാവേരിക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ജയപാലിന്റെ നല്ല ഇടിയല്ല കൊടുത്ത. ജയപാലിന് ഇത്ര പെട്ടെന്ന് പിന്തിരിഞ്ഞു പോകുന്നു വിചാരിച്ചില്ല. എല്ലാവരും അന്തം വിട്ട് നിൽക്കുന്ന കണ്ട് കഴിഞ്ഞപ്പോ രഘുവരൻ പറഞ്ഞു, എന്താ എല്ലാവരും നോക്കി നിൽക്കുന്നത്? അകത്ത് പോയി ഐശ്വര്യമായിട്ട് പാല് കാച്ചി കയറാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ശാരദ പറഞ്ഞു, നിങ്ങളും കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ അവരെ രണ്ടുപേരും കൂടെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് അങ്ങനെ പാല് കാച്ചുന്നത്. പാലൊക്കെ കാച്ചി അവർക്ക് കൊടുത്തു. പിന്നീട് ശാരദ ചോദിച്ചു, അല്ല ബാക്കി എല്ലാവർക്കും കൊടുക്കണ്ടെന്ന് ചോദിച്ചു. ബാക്കി ആരാ? അല്ല വേറെ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ഗായത്രി അവിടെ ഇല്ല, അവള് പുറത്ത് പോയേക്കുവാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാവേരി ചോദിച്ചു, അല്ല മുമ്പ് ഇവിടെ വന്ന് ആ ജയപാലിനെ ഓടിച്ചേ? ഓ അതോ, അതെന്റെ കൊച്ചുമോനാ. അല്ല അവന് കൊണ്ടുപോയി അവനെയൊന്നും ഇഷ്ടപ്പെടുത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്നാലും അത് ശരിയല്ലല്ലോ എന്ന് ശാരദ പറഞ്ഞു. ആദ്യമായിട്ട് ഞങ്ങൾ ഈ വീട്ടിൽ വന്ന് പാല് കഴിച്ചെന്നല്ലേ, അവനിത്തിരി കൊണ്ടേ കൊടുക്കണ്ടേ? കാവേരി മോളെ, നീ ഇത് കൊണ്ടേ കൊടുക്കാനും പറഞ്ഞു കാവേരിയുടെ കയ്യിലേക്ക് കൊടുത്തു. കാവേരി അത് വാങ്ങിച്ചുകൊണ്ട് ചെല്ലുമ്പോഴത്തേനും അവൻ എന്ത് ചെയ്തു? നരന് പുറത്തേക്ക് പോകാനായിട്ട് കാറിന്റെ അടുത്ത് വന്ന് നിൽക്കണം. അപ്പൊ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാവേരി പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു. കാവേരിക്ക് എന്ത് പേര് വിളിക്കണം, എങ്ങനെ വിളിച്ചു കൊടുക്കണമെന്നും അറിയത്തുണ്ടായിരുന്നില്ല. കാവേരി അത് ഇതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേനും ഡോർ അങ്ങ് വലിച്ചു തുറക്കണം നരന്. പെട്ടെന്ന് കാവേരിയുടെ കൈ തട്ടി ഗ്ലാസും താഴേക്ക് വീണ് പൊട്ടിച്ചെറി. നരനൊന്നും മൈൻഡ് ചെയ്തില്ല. നരൻ പെട്ടെന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. കാവേരി ഓർത്ത്, ഇത് എന്തൊരു മനുഷ്യനാ, അത് ഒന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. എന്ത് ചെയ്യാനെന്ന് പറ, തന്റെ സമയദോഷം, എന്തൊരു അഹങ്കാരം, അത് ഇങ്ങനെയുണ്ടോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു. അപ്പൊ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ സലിമയ്ക്ക് അവിടുന്ന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോറി വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിനീതും അവരൊക്കെ പോയി സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗായത്രി അവിടേക്ക് വരുന്നത്. അപ്പൊ ഗായത്രി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഗായത്രി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വന്നെന്നറിഞ്ഞു, ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. അല്ല ഇത് കുറച്ച് സാധനങ്ങളുള്ളല്ലോ എന്ന് പറഞ്ഞു.
അപ്പോഴേക്കും ഗംഗ പറഞ്ഞു അത്യാവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി എന്ന് ഓർത്തിട്ടാ എന്ന് പറഞ്ഞു. അധികം നാള് ഞങ്ങൾ ഇവിടെ എന്തെല്ലാം കാണത്തില്ലോ. വിനീത് പറഞ്ഞു ഞങ്ങൾ പുഷ്പവാടിക്ക് തന്നെ തിരിച്ചു പോകുന്നു പറഞ്ഞു പെട്ടെന്ന് തന്നെ. അപ്പോഴേക്കും വിനീതിനെ ഗംഗ ഇങ്ങനെ നോക്കി. പിന്നീട് ഗായത്രി അങ്ങോട്ട് വന്നപ്പോൾ ശാരദ ചോദിച്ചു അല്ല ആരാ എന്താന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ അംബികാമ്മയുടെ മോളാന്ന് പറഞ്ഞു. രണ്ടാമത്തെ മോള്. ഓ. അപ്പോഴേക്കും കാവേരി ചോദിച്ചു അല്ല രണ്ട് പെൺമക്കളല്ലേന്ന് ചോദിച്ചു. അതെ ഒന്നിന്റെ ചേച്ചിയായിരുന്നു, ചേച്ചിയുടെ മോനാണ് നരൻ എന്ന് പറഞ്ഞു. ഓ അപ്പം മനസ്സിലായി. അപ്പോഴേക്കും കാവേരി പറഞ്ഞു ഇവിടെ ജയപാലൻ എന്ന് പറഞ്ഞ ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നു, അയാൾ വന്നു കഴിഞ്ഞപ്പോൾ അയാളെ ഇടിച്ചത് അപ്പം ചേച്ചിയുടെ മോനല്ലേന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഈ പറയുന്ന നരൻ മുറ്റത്തുനിന്ന് ഭയങ്കര ഫോൺ വിളിയാണ്. ആരോ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശിവരാജൻ അങ്ങോട്ടേക്ക് വന്നു. ശിവരാജൻ ഒന്ന് നോക്കിയിട്ട് നേരെ ഗായത്രിയുടെ അരിയിലേക്ക് വന്നു. അപ്പോഴേക്കും ഗായത്രി പറഞ്ഞു അവന് നല്ല ദേഷ്യത്തിലാന്ന് തോന്നല്ലോ. ഏതോ സ്റ്റാഫാന്ന് തോന്നുന്നത്, ലേഡി സ്റ്റാഫ് ആയിരിക്കും, അതാ ഇത്ര ദേഷ്യത്തോടെ സംസാരിക്കുന്നത്. അവന് പണ്ടേ പെണ്ണുങ്ങളോട് ഇപ്പൊ താല്പര്യം ഇല്ലല്ലോ, പെണ്ണുങ്ങളെ കാണുമ്പോൾ അവന് ദേഷ്യമാന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ വിനീത് ചോദിച്ചു അതെന്താ? അതൊന്നും പറയാതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞു. പിന്നീട് ശിവരാജൻ ചോദിച്ചു സാധനങ്ങളെല്ലാം കൊണ്ടുവന്നോ? കൊണ്ടെന്ന് പറഞ്ഞു. ഗായത്രി നീ വന്നേന്ന് പറഞ്ഞു. അങ്ങനെ ഗായത്രിയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും വിനീത് കെങ്കിയെ നോക്കിയിട്ട് പറഞ്ഞു ഞാനൊന്ന് പോയി പരിചയപ്പെട്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നരൻ്റെ അടുത്തേക്ക് വരുവാണ്. അവൻ നരൻ ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ വെക്കുമ്പോഴത്തേനാണ് വിനീത് ഇരുന്ന്. അതെ എൻ്റെ പേര് വിനീത്, എന്താണല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്ന് ആ ജയപാലനെ മലർത്തി അടിച്ചില്ലേ, ഞങ്ങളുടെ നാട്ടിലെ വലിയ ഗുണ്ടയാണ് അവന്. ഗുണ്ടെന്ന് പറയാൻ പറ്റില്ല. അവനെ പോലെ വൃത്തികെട്ടവനെ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അവനെ പേടിയാന്ന് പറഞ്ഞു. അവനെയാണ് ഒതുക്കിയത്, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിലും ഒന്നും മിണ്ടിയില്ല നരൻ, ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോയി. വിനീത് തിരിച്ചു വന്നപ്പോഴത്തേനും ഗംഗ പറഞ്ഞു വിനീതേണ്ട എന്തിനാ അവിടേക്ക് പോകാൻ പോയത്, അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നേ. കാവേരി പറഞ്ഞു എന്നാലും ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്, ഇത്രയ്ക്ക് അഹങ്കാരം പിടിച്ചവര്, ഞാൻ ഇത്രയ്ക്ക് അഹങ്കാരം പിടിച്ചവരെ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് വന്ന ശാരദ പറഞ്ഞു അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവമായിരിക്കും, അല്ലാതെ നമ്മൾ അതിനകത്ത് കൈ കടത്തേണ്ട കാര്യമില്ല. ഗംഗ പറഞ്ഞു അത് ശരിയാ, ചിലപ്പം അവന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ വേണ്ടാത്ത കാര്യത്തിൽ തലയിടാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ വരിക, വന്ന കാര്യമൊക്കെ നടത്തിയിട്ട് നമ്മൾ പോവുക, അല്ലാതെ അതിനേക്കാളും കൂടുതലായിട്ട് നമുക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത്രയും നല്ലൊരു വീട് കിട്ടിയില്ലേ, ഇനിയിപ്പോൾ ആ ജയപാലിനെ പേടിക്കണ്ടല്ലോ. ശാരദയ്ക്കും രാധമ്മയ്ക്കും ഒക്കെ അതായിരുന്നു സന്തോഷം. കാരണം ആ ജയപാലൻ ഇനി ഇവിടെ വന്ന് കളിക്കാൻ പോകുന്നില്ല, ജയപാലിനെ എടുത്തിട്ട് അടിച്ചല്ലേ വിട്ടേക്കുന്നേ. അതുകൊണ്ട് ആ ഒരു ഭയത്തിന്റെ കാര്യമില്ല. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആഹാരം കഴിക്കാനായിട്ട് ശിവരാജൻ അവരൊക്കെ വന്നിരുന്നു. നരൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അംബികാമ്മ വിഷമിച്ചിരിക്കുന്നിടപ്പം രഘുവരൻ ചോദിച്ചു എന്താ അംബിക നീ എന്താ വിഷമിച്ചിരിക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ. അല്ല രഘുവേട്ടാ, ഇതേ എത്ര നാളെന്ന് വെച്ചാൽ അവൻ ഇങ്ങനെ പോന്നേ, അവന്റെ പ്രായത്തിലുള്ള എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു, ഇതുവരെയായിട്ട് അവന്റെ കല്യാണം നടക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ പോയി കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അതിനു പോലും സമ്മതിക്കുന്നില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഗായത്രി പറഞ്ഞു അമ്മയൊന്നും വിഷമിക്കാതിരിക്കുക, അവര് നല്ലൊരു പെണ്ണിനെ കിട്ടുമെന്ന് പറഞ്ഞു. ശിവരാജൻ പറഞ്ഞു അവന് പെണ്ണിനെ അലർജി അല്ലേ, പെണ്ണെന്ന് കേട്ടാൽ തന്നെ അവന് ദേഷ്യം വരും. അപ്പോഴേക്കും ഗായത്രി ശിവരാജനെ ഒന്ന് നോക്കി, പിന്നെ ശിവരാജൻ മിണ്ടാൻ പോയില്ല. അപ്പോഴേക്കും നരൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. മുത്തശ്ശിയുടെ മുഖത്തെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നരൻ ചോദിച്ചു എന്താ മുത്തശ്ശി, മുത്തശ്ശിയുടെ മുഖം എന്താ ഇങ്ങനെ കടന്നിൽ കുത്തിയ പോലെ ഇരിക്കുന്നേ? എടാ മോനെ എത്ര നാളായിടാ നിന്നോട് ഞാൻ പറയണേ, ഞാൻ ഇനി പോയി പ്രാർത്ഥിക്കാനായിട്ട് ക്ഷേത്രങ്ങളില്ല. എല്ലാ ക്ഷേത്രങ്ങളും നിങ്ങളും പോയി ആദ്യം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നിന്റെ വിവാഹം നടക്കണമെന്നാ. അത് കണ്ടിട്ട് എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ പറ്റുമോ? ദേ തുടങ്ങി എന്റെ മുത്തശ്ശി ഇച്ചിരി സമാധാനത്തോടെ ആഹാരം കഴിക്കാൻ വേണ്ടി വരുന്ന. അപ്പോഴേക്കും രഘുവരൻ പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുക അംബികയെ, ഒന്ന് കഴിച്ചിട്ട് അവൻ പോയിക്കോട്ടെ, വെറുതെ എന്തിനാന്നൊക്കെ ചോദിച്ചുകൊണ്ട് അംബിക അമ്മയെ വഴക്ക് പറയാണ്. അപ്പോഴേക്കും ഗായത്രി പറഞ്ഞു അല്ല അമ്മ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമല്ലേ അച്ഛാ, ഇവൻ ഇനി എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും, എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ കല്യാണം നടത്തണ്ടേ? അപ്പോഴേക്കും നരൻ പറഞ്ഞു എനിക്ക് കല്യാണമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. മുത്തശ്ശിക്ക് ഭയങ്കര വിഷമമായി. മുത്തശ്ശി ആഹാരം കഴിക്കാതെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. നരന് മനസ്സിലായി മുത്തശ്ശിക്ക് സങ്കടമായിട്ടുണ്ടെന്നുള്ള കാര്യം. പക്ഷെ കല്യാണക്കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രം അവൻ അത്രയ്ക്ക് ദേഷ്യമായിരുന്നു. ആ സമയത്ത് കാവേരി ഗംഗയും അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആഹാരമൊക്കെ പാചകം ചെയ്തു. എല്ലാവരും കൂടെ കഴിക്കാതിരിക്കുന്ന സമയത്ത് ഗംഗ പറഞ്ഞു ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തയ്ക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടോ, ഇങ്ങനെയൊക്കെ ഒന്ന് അന്വേഷിക്കണം. കാരണം വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, എവിടെയെങ്കിലും ഒരു ചെറിയ കടയാണെങ്കിലും വാടകയ്ക്കൊരു മുറി എടുത്തിട്ടാണെങ്കിലും നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിനീത് ചോദിച്ചു അല്ല അപ്പം നമ്മൾ ഇവിടുന്ന് പോകുന്നില്ലേ? പോണം വിനീതേട്ടാ, പക്ഷെ നമുക്കൊരു വരുമാനം വേണ്ടേ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേന്ന് ചോദിച്ചു.
കാവേരി പറഞ്ഞു നമുക്ക് അന്വേഷിക്കാം. എന്താണെങ്കിലും നാളെ ആവട്ടെ, നമുക്കൊന്ന് അന്വേഷിച്ച് കഴിയുമ്പോൾ എന്തായാലും കിട്ടാതിരിക്കില്ല. അങ്ങനെ പ്രതീക്ഷയോടുകൂടി അവരിയ്ക്കുകയാണ്. അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.